അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി. ശബരിമല എന്ന പുണ്യ പൂങ്കാവനത്തെ അവിടുത്തെ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ ഭൂകമ്പമായി കൂടി മാറിയിരിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണങ്ങളും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സോപാനത്തിലെ അമൂല്യ വസ്തുക്കളും മോഷണം പോയി എന്നുള്ളത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നം എന്നതിലെല്ലാം ഉപരി ഭക്തരുടെ വിശ്വാസത്തിലേക്കുള്ള കൊടിയ വഞ്ചനയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പുറത്തു വരുന്നത് സാധാരണക്കാരെ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ കൂടിയാണ്. കള്ളനും പോലീസും മാത്രമല്ല, കള്ളനും ഉന്നത രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം ശക്തമായിരുന്നു എന്നതിനുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ശബരിമല വിഷയം സർക്കാരിനെതിരെ വജ്രായുധമാക്കാൻ തന്ത്രങ്ങൾ മലിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയിലെ, അതായത് കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കൊണ്ടുവന്ന വിഷയം ഇപ്പോൾ UDF കൺവീനറുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ UDF കൺവീനറും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ഓളങ്ങൾ ചെറുതൊന്നുമല്ല. ഒരു ക്രിമിനൽ കേസ് പ്രതിയുമായി സംസ്ഥാനത്തെ ഒരു ഉന്നത പ്രതിനിധിക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധിക്ക് എന്താണ് ഇടപാടെന്ന ചോദ്യം സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഉയരുമ്പോൾ അതിന് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാതെ നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കാണാനെത്തുന്നവരെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുമുള്ള അടൂർ പ്രകാശിന്റെ ആദ്യഘട്ട ബാധകൾ പാടെ പൊളിയുന്ന കാഴ്ചയാണ് പിന്നീടെല്ലാം കണ്ടിട്ടുള്ളത്. പിന്നീട് അന്വേഷണ സംഘത്തിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും ഫോട്ടോകളും ഈ വാദങ്ങളെ അപ്പാടെ റദ്ദാക്കുന്നത് കൂടിയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദമുണ്ടാക്കിയതും ബാംഗ്ലൂരിൽ വെച്ച് ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കൂടിയായിരുന്നു. കേരളത്തിന് പുറത്ത് ബംഗളൂരു പോലുള്ള നഗരത്തിൽ വെച്ച് ഒരു മോഷണ കേസ് പ്രതിയുമായി കൂടിക്കാഴ്ച നടത്തേണ്ട എന്ത് സാഹചര്യമാണ് ഒരു MP ക്കുള്ളതെന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇവിടെ വരുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് ഒരു ഉപഹാരം കൈമാറുന്ന ചിത്രം പുറത്തു വന്നതോടെയാണ് സംശയത്തിന്റെ മുന ഇതിലേക്ക് എത്തുന്നതും. ഈ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ ലഘൂകരിക്കാൻ അടൂർ പ്രകാശ് നടത്തിയ ശ്രമങ്ങളും പാളിപ്പോയെന്ന് വേണം ഇതിൽ കരുതേണ്ടതും. ബാംഗ്ലൂരിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണെന്നും പോറ്റി തനിക്ക് സ്നേഹസമ്മാനമായി നൽകിയത് ഈന്തപ്പഴമാണെന്നും അത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവർക്ക് വിതരണം ചെയ്തു എന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പോലും ചിരി പടർത്തുന്ന കാര്യം കൂടിയാണ്. തന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനും മോശക്കാരനാക്കാനും രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള സ്ഥിരം രാഷ്ട്രീയ മറുപടിയാണ് അദ്ദേഹം അന്നും നൽകിയത്. 2019 NB ആയതിനു ശേഷമാണ് പോറ്റിയെ ആദ്യമായി കാണുന്നതെന്നും ശബരിമലയിലെ അന്നദാന ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് പോറ്റി വന്നതെന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ ബന്ധത്തിന്റെ ആഴം വ്യക്തമാകുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും സ്ഫോടനാത്മകമായത് കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാവായ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം കൂടിയായിരുന്നു. ഈ ചിത്രത്തിൽ അടൂർ പ്രകാശിന്റെ സാന്നിധ്യവും വളരെ വ്യക്തവുമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള സാധാരണക്കാർക്ക് എളുപ്പത്തിൽ അടുക്കാൻ കഴിയാത്ത സോണിയാഗാന്ധിയെ പോലൊരു നേതാവിന്റെ അടുത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ എത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച സ്വാധീനം എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേവലം ഒരു പ്രാദേശിക പരിചയത്തിനപ്പുറം പോറ്റിയുമായി അടൂർ പ്രകാശിന് ആഴത്തിലുള്ളതും ദീർഘകാലമായതുമായ ബന്ധമുണ്ടെന്ന് സംശയിക്കാൻ ഈ ഒരൊറ്റ ചിത്രം തന്നെ മതിയാവുകയും ചെയ്യും. എന്നാൽ ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ UDF മാത്രം കുറ്റപ്പെടുത്തി കൈകഴുകാൻ ഭരണപക്ഷമായ CPM സാധിക്കില്ല എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. അഴിമതിക്കും തട്ടിപ്പിനും രാഷ്ട്രീയ നിറമില്ലെന്നും കാശുള്ളവന് ഏത് പാർട്ടിയിലും സ്വാധീനം ഉണ്ടാക്കാമെന്നും തെളിയിക്കുന്നതാണ് CPM നേതാക്കളുടെ ഈ ഇടപെടലുകൾ. മുൻ ദേവസ്വം മന്ത്രി മുതിർന്ന CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശിച്ചതും വലിയ വിവാദമൊക്കെയായിരുന്നു. ആദ്യം ഇത് സംബന്ധിച്ച വാർത്തകളോട് മൗനം പാലിക്കുകയും ഒഴിഞ്ഞുമാറുകയും ചെയ്ത കടകംപള്ളി തെളിവുകൾ ശക്തമായതോടെ നിലപാട് മാറ്റാൻ നിർബന്ധമാവുകയും ചെയ്തു. പോറ്റിയുടെ വീട്ടിൽ താൻ പോയത് കുട്ടിയുടെ ചടങ്ങിനല്ലെന്നും മറിച്ച് പോറ്റിയുടെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിചിത്രമായ വിശദീകരണമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പോലും നടത്തിയിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രന് CPM നേതാവ് രാജു എബ്രഹാമും ചേർന്ന് പോറ്റിയുടെ പിതാവിന് സമ്മാനം നൽകുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഈ തിരുത്തലുകളെല്ലാം. ശബരിമലയിലെ തിരുവാഭരണ കട്ട കള്ളന്റെ വീട്ടിൽ മന്ത്രിയും MLAയും എന്തിനു പോയി എന്നുള്ള ചോദ്യം അതിന് ഇതുവരെ വ്യക്തമായൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് വ്യക്തമാക്കുന്നത് ശബരിമലയിലെ മോഷണം കേവലം ഒരു ജീവനക്കാരന്റെ മാത്രം ഒത്താശയോടെ നടന്നതല്ല എന്നും അതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വമ്പൻ സ്രാവുകളുടെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. ഭക്തിയുടെ മറവിൽ തട്ടിപ്പ് നടത്താൻ പോറ്റി കണ്ടെത്തിയ ഏറ്റവും എളുപ്പ വഴിയായിരുന്നു ശബരിമലയിലെ അന്നദാനവും സദ്യയുമെല്ലാം. ഭക്തർക്ക് അന്നം നൽകുക അല്ലെങ്കിൽ അന്നം നൽകുക എന്നുള്ള പുണ്യപ്രവൃത്തിയെ പോലും ഇവർ പണപ്പിരിവിനും തട്ടിപ്പിനും മറയാക്കി മാറ്റുകയും ചെയ്തു.
ഈ അന്നദാന നാടകങ്ങൾക്ക് വിശ്വാസ്യത ലഭിക്കാനാണ് ഇയാൾ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഇതിലേക്ക് വലിച്ചിഴച്ചതും. 2017 ജനുവരി 1 ശബരിമലയിൽ നടന്ന സദ്യ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. പിന്നീട് 2018 ഇതേ ചടങ്ങ് നിർവഹിച്ചത് CPI നേതാവ് K രാഘവനായിരുന്നു. ഇങ്ങനെ മാറി മാറി വരുന്ന ഭരണസമിതികളിലെ ഉന്നതരെയും രാഷ്ട്രീയ നേതാക്കളെയും ഉപയോഗിച്ച് താനൊരു VIP ആണെന്ന് വരുത്തി തീർക്കാൻ പോറ്റിക്ക് സാധിക്കുകയും ചെയ്തു. ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ഭക്തരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇയാൾ സംഭാവനയായി പിരിച്ചെടുത്തെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത്തരമൊരു തട്ടിപ്പ് ചടങ്ങുകളിലേക്കാണ് അടൂർ പ്രകാശിനെയും പോറ്റി ക്ഷണിച്ചു വരുത്തിയതും. താൻ അന്നദാനം ഉദ്ഘാടനം ചെയ്തിരുന്നുവെന്നും പോറ്റി ക്ഷണിച്ചത് പ്രകാരമാണ് പോയതെന്നും അടൂർ പ്രകാശ് സമ്മതിക്കുന്നുണ്ടെങ്കിലും അന്ന് പോറ്റിയൊരു കാട്ടുകള്ളനാണെന്ന് അറിയില്ല എന്നാണ് MP യുടെ വാദം. എന്നാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന ചടങ്ങ് ആര് നടത്തുന്നു, അയാളുടെ പശ്ചാത്തലം എന്ത് എന്നുള്ള അതൊക്കെ അന്വേഷിക്കാനുള്ള ബാധ്യതയില്ലേ എന്നുള്ള ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നുണ്ട്. ശബരിമലയിലെ ദ്വാരപാലവാളിയും കട്ടിളപ്പാളിയും മോഷ്ടിച്ച കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായത്. പോലീസ് കാവലും CCTV നിരീക്ഷണമുള്ള അതീവ സുരക്ഷാ മേഖലയായ സന്നിധാനത്ത് നിന്ന് ഇത്രയും വലിയ വസ്തുക്കൾ ഇളക്കി മാറ്റി കടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് സാമാന്യ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും മൗനാനുവാദമോ ഒത്താശയോ സഹായമോ ഇല്ലാതെ ഇത് നടപ്പാക്കാൻ കഴിയില്ല. കേസിന്റെ അന്വേഷണം പ്രഹസനമാകുന്നു എന്നുള്ള ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചതെന്നതും ഏറെ ഗൗരവകരമായ കാര്യമാണ്. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളത് പോലീസിന്റെ വീഴ്ചയാണോ അതോ ഒത്തുകളിയാണോ എന്നുള്ളതും സംശയിക്കേണ്ട കാര്യമാണ്. ക്രിമിനൽ നടപടി ചട്ടത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് സ്വാഭാവിക ജാമ്യം നേടി പോറ്റി പുറത്തിറങ്ങിയത് നിയമ സംവിധാനത്തോടുള്ള കനത്ത വെല്ലുവിളി കൂടിയാണ്. 110 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തല ഉയർത്തിപ്പിടിച്ച് പുറത്തിറങ്ങാൻ പോറ്റിക്ക് അവസരം ഒരുക്കിയത് പോലീസിന്റെ അനാസ്ഥ എന്ന് ഒന്നുകൊണ്ട് തന്നെ മാത്രമാണ്. മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് എന്നീ കൂട്ടുപ്രതികൾക്കും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഇതോടെ കേസിലെ എല്ലാ പ്രതികളും സ്വതന്ത്രരായി വിഹരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതും. തുടർന്ന് അടൂർ പ്രകാശ് അടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീണ്ടതുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ വിഷയം കൂടുതൽ സങ്കീർണമായി കൂടി മാറുകയാണ്. ശബരിമല വിഷയം മുൻനിർത്തി വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമിട്ട UDFന് സ്വന്തം കൺവീനർ തന്നെ പ്രതിക്കൂട്ടിലായത് വലിയ തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിനെ ഉയർത്താൻ കരുതിവെച്ച ആയുധം കയ്യിലിരുന്ന് പൊട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇത് മുതലെടുക്കാൻ CPM കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പങ്ക് അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ശബരിമലയിലെ മോഷണം ഇരു മുന്നണികളും തമ്മിലുള്ള ചെളിവാരി എറിയലിന്റെ അപ്പുറത്തേക്ക് ആഴത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ കഥയാണ് പറയുന്നത്. ഭഗവാന്റെ തിരുവാഭരണം കട്ടവന് ഓശാന പാടിയവർ അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയേണ്ടി തന്നെ വരും. സ്വർണ്ണക്കൊള്ള നടന്നത് എങ്ങനെയാണെന്നും അതിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രങ്ങൾ ആരാണെന്നും സുരക്ഷാ വീഴ്ച വരുത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ കാണിക്കുന്ന ആർജവം അവസാനം വരെ ഉണ്ടാകുമോ അതോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതെല്ലാം ഒത്തുതീർപ്പിലാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കള്ളന്മാരായ നേതാക്കളും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ കള്ളന്മാരും അതുപോലെ നേതാക്കളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥകൾ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ഭക്തരുടെ വികാരം വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ഉപാധിയായി കാണുന്നവർക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഈ സംഭവ വികാസങ്ങൾ. സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ ചിത്രങ്ങളും വെളിപ്പെടുത്തലുകളുമെല്ലാം. അന്വേഷണം എവിടേക്ക് നീങ്ങുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും കീഴടക്കാൻ അല്ലെങ്കിൽ കീഴ്വേൽ മറിക്കാൻ ശേഷിയുള്ള ഈ വിവരം വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യം ഉറപ്പാണ്. അത്രത്തോളം ഈ വിഷയം കേരളത്തിൽ കത്തി നിൽക്കുക കൂടിയാണ്.